ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയത് റവ ഉപ്മാവാണ് കേട്ടോ. കുട്ടികളെ രണ്ടുപേരെയും സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ ബാക്കിയുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് 9 മണിക്കാണ് കേട്ടോ സ്കൂളിലുള്ളത്. അപ്പോൾ അവളെ നന്നായിട്ട് ഒരുക്കിയിട്ടൊക്കെയാണ് സ്കൂളിൽ എപ്പോഴും വിടാറ്. ഇന്ന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ടായിട്ടാണ് കേട്ടോ മുടി കെട്ടിയത്. ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ച് എനിക്ക് വീട്ടിലിരുന്ന് ഈ കുട്ടികളെ ഒരുക്കലാണ് പരിപാടി. കേരളത്തിലൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കണ്ണെഴുതിയിട്ട് പൊട്ടൊക്കെ തൊട്ട് പോകുന്നതാണ് എന്ത് ഭംഗിയല്ലേ. ഇവിടെ ആരും കുത്താറൊന്നുമില്ല. പൊട്ട് കുത്തുമായിരിക്കും, ചിലപ്പോൾ കണ്ണൊന്നും എഴുതാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? ഇന്നെന്തായാലും ഒരു പൊട്ട് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കുത്തിയത് വല്ലാതെ വലുതായിപ്പോയി. പിന്നെ അത് തുടച്ചിട്ട് ഒരു കുഞ്ഞി പൊട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നഴ്സറിയിലെത്തിയപ്പോൾ ദേണ്ടേ സിസ്റ്റർ വന്നിട്ടില്ല. പിന്നെ കുറച്ച് നേരം കാത്തു നിന്നപ്പോഴത്തേന് സിസ്റ്റർ വന്നു. പിന്നെ കൊച്ചിനെ ഏൽപ്പിച്ച് ഞാൻ പോയത് ഇൻഫൻറ്റ് ജീസസ് പള്ളിയിലോട്ടാണ് കേട്ടോ. എന്തെങ്കിലും വിഷമം തോന്നിയാൽ ഞാൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ആദ്യം ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സിന് നല്ല സമാധാനമാണ്. അതിനുശേഷം കുറച്ച് ബാങ്കിലെ പണിയൊക്കെ ആയിട്ട് പോയത് ഒരു ബേക്കറിയിലോട്ടാണ്. ഇഡ്ഡലിയും നൂൽപുട്ടും ഉണ്ണിയപ്പവും നെയ്യപ്പവും എല്ലാം കിട്ടും കേട്ടോ. പിന്നെ പോയത് മീൻ മേടിക്കാനാണ്. പച്ചക്കറിയും കൂടെ മേടിച്ചിട്ട് ഞാൻ വീട്ടിലോട്ടെത്തി. വരുന്ന വഴിക്ക് കുഞ്ഞിപ്പെണ്ണിനെയും കൂടി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മീനൊക്കെ നന്നായിട്ട് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അയല മീനാണ് മേടിച്ചത്. ആദ്യം മീൻകറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇന്നലെ മീൻകറി ആയിരുന്നല്ലോ. അപ്പോൾ നന്നായിട്ട് വരച്ച് അതിന് നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള മീനുകളെയൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിയാപ്പലയും കൂടി തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കറി എന്താ ഉണ്ടാക്കുക? അപ്പോഴാണ് നെയ്ബർ തന്നിട്ടുണ്ടായിരുന്നു ഈ വിത്ത് കിട്ടിയത് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ പരിപ്പ് വേവിക്കുന്ന പോലെ തന്നെ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം മീൻ വറുത്തെടുത്തു. എന്തായാലും നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടേക്ക് കെയർ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.